Good morning to all. Yesterday we have discussed on the topic which one? Alkalis. Okay. So today we are going to learn a new topic such as salts. Okay. Yesterday we have discussed about neutralization reaction, isn't it? What is meant by neutralization reaction? When an acid reacts with alkali to form salt. So it is known as neutralization reaction. So here the salts are formed by neutralization reaction. Okay. So how to prepare the salt? The salts are formed by neutralization reaction. Okay. So neutralization means an acid combines with an alkali to produce salt. Okay, salt plus water. Here, this is the process for obtaining salt in neutralization reaction. Okay, so here from neutralization reaction we can obtain salt. So what is the preparation of neutralization reaction? They will ask in the examination. Okay, so the answer is neutral. By the neutralization process we can obtain salt. അതായത് സാൾട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷനിലൂടെ നമുക്ക് സാൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇന്നലെ പഠിച്ച ആ പ്രോസസ് തന്നെയാണ് നമ്മൾ ഇവിടെയും എന്താ പറയാ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഹൗ ക്യാൻ യു ഓപ്റ്റൈൻ എനി സാൾട്ട് എന്ന് ചോദിക്കുമ്പോൾ ബൈ ന്യൂട്രലൈസേഷൻ പ്രോസസ് because an acid reacts with alkali to form salt and water. Let me see the example. Here we know that alkali react with acid, okay, to form salt plus water. Here it is the main product, salt. Okay, now an example for a best alkali. Which one is well known as best alkali? Sodium hydroxide. Okay, ഇന്നലെ പറഞ്ഞ കാര്യം തന്നെയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് one acid HCl. Okay, hydrochloric acid. When these two are reacts with together to form salt with the liberation of water molecule. അതായത് ഇതിന്ന് വാട്ടർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും കൂടിയിട്ട് നമുക്ക് സാൾട്ട് ആയിട്ട് പ്രൊഡ്യൂസ് ആവും. വാട്ടറിന്റെ ഫോർമുല എന്താണ്? H2O. Here we needed 2 hydrogen and 1 oxygen. So H2O is liberated in this equation. So the remaining components are Na and Cl. Okay. So NaCl is the salt. Sodium chloride. We are using sodium chloride as a common salt. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന common salt ഇല്ലേ, അതിന്റെ പേരാണ് sodium chloride. Note down this point. So sodium chloride is known as common salt. Okay, NaCl. This NaCl is obtaining by the process of acid reacts with an alkali. Okay, so it is known as neutralization reaction. By this reaction, we can obtain any salt. Okay, okay, let me move on to another topic. How the balanced salts are formed. For example, magnesium sulfate, magnesium chloride. Okay, so these are the salt. അതായത് ഇവർ കുറച്ച് സാൾട്ട് തരും. മെഗ്നീഷ്യം സൾഫേറ്റ്, മെഗ്നീഷ്യം ക്ലോറൈഡ്, പിന്നെ കോപ്പർ സൾഫേറ്റ്, ഇങ്ങനെ കുറച്ച് സാൾട്ട് തരും കേട്ടോ. അപ്പോ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാല് ഈ സാൾട്ട് ഒക്കെ ക്രിയേറ്റ് ആവണമെങ്കിൽ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സാൾട്ട്. ഈ സാൾട്ടിൽ ഏതൊക്കെ ഭാഗം ഉണ്ടെന്ന് നോക്കി നോക്ക്. മെഗ്നീഷ്യം ഉണ്ട്, ഇവിടെ മെഗ്നീഷ്യം, ഇവിടെ കോപ്പർ. സെക്കൻഡ് പാർട്ട് എന്താണ്? സൾഫേറ്റ്, ക്ലോറൈഡ്, സൾഫേറ്റ്. അപ്പൊ ഇതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ആവാ, എങ്ങനെ ഉണ്ടാവാന്ന് ചോദിക്കുമ്പോ നമുക്കറിയാം ഒരു ആൽക്കലിയും ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്താൽ മാത്രമാണ് സാൾട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോ സാൾട്ട് തന്നിട്ട് ഇവിടെ ഏത് ആൽക്കലിയാണ് ഏത് ആസിഡ് ആണെന്ന് ചോദിക്കും. സോ ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാം. ഫസ്റ്റ് വൺ മെഗ്നീഷ്യം സൾഫേറ്റ്. ഫസ്റ്റ് വൺ വി നീഡ് ആൽക്കലി. ഓക്കെ, ആൽക്കലി എന്ന് പറയുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് പാർട്ടിന്റെ മെഗ്നീഷ്യം, ആ മെഗ്നീഷ്യം അങ്ങനെ എഴുതാം.
എന്നിട്ട് alkali എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞതാണ് the common factor of alkali is OH അല്ലെ OH എന്ന് പറഞ്ഞ common factor ആണ് എല്ലാ alkaliസിലും present ആയിരിക്കുന്നത് അപ്പൊ അതിന്റെ കൂടെ OH ആഡ് ചെയ്താൽ മതി ഓക്കെ ചിലതിനൊക്കെ OH2 എന്ന് വരും ചിലതിന് 2 വരില്ല അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ബാലൻസി ആണ് കേട്ടോ ഇതിന്റെ ബാലൻസി ആണ് ഇതിന് കൊടുക്കേണ്ടത് ചിലതിന് ബാലൻസി 1 ആയ കാരണം നമ്മൾ അടിയിൽ ഒന്നും കൊടുക്കില്ല അപ്പൊ അത് ശ്രദ്ധിക്കാട്ടാ അപ്പൊ ഇതിന്റെ മെഗ്നീഷ്യം ഏത് കോമ്പൗണ്ട് ആണോ തന്നിരിക്കുന്നത് ആ കോമ്പൗണ്ട് അങ്ങനെ എഴുതാം എന്നിട്ട് OH ന് ആഡ് ചെയ്യാം ഓക്കെ ഇനി സെക്കൻഡ് ആസിഡ് ആസിഡ് എങ്ങനെ കണ്ടുപിടിക്കാം സോ there are two type of acids one is HCl and another one is H2SO4 mostly അവർ ഇതാണ് ചോദിക്കാട്ടാ HCl ഉം H2SO4 ഈ രണ്ട് ആസിഡ് നോട്ട് ചെയ്ത് വെക്കാം ഈ രണ്ടാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ വരാം അപ്പോ ഇവിടെ രണ്ടാമത്തെ ഭാഗം എന്താണ് വന്നിരിക്കുന്നത് SO4 അല്ലേ ഈ SO4 ഉള്ള ആസിഡ് ഏതാണ് ഇതല്ല സൾഫ്യൂരിക് ആസിഡ് അല്ലേ അപ്പൊ നമുക്ക് എന്തായാലും H2SO4 ആണ് ഇവിടെ കൊടുക്കുന്നത് ഓക്കെ സോ ഇതും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ ഈ സാൾട്ട് നമുക്ക് പ്രൊഡ്യൂസ് ആവും ഇനി അടുത്തത് നമുക്ക് നോക്കാം ഇവിടെ എന്താ വന്നിരിക്കുന്നത് മെഗ്നീഷ്യം ഇവിടെ ക്ലോറിൻ ആണ് അപ്പൊ എന്താ ഫസ്റ്റ് ആൽക്കലിയിൽ ഏതാ കൊടുക്കുക മെഗ്നീഷ്യം അങ്ങനെ കൊടുക്കാം പിന്നെ അതിന്റെ കൂടെ OH ആഡ് ചെയ്യാം ഇതിന്റെ ബാലൻസ് ഇതിന് കൊടുക്കാം മെഗ്നീഷ്യത്തിന്റെ ബാലൻസ് 2 ആണ് അപ്പൊ ഇവിടെ നമുക്ക് 2 വരും ട്ടാ അടുത്തത് Cl ആണ് വന്നിരിക്കുന്നത് Cl എന്ന് വന്നു കഴിഞ്ഞാൽ ഏത് ആസിഡ് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാം ഏത് ആസിഡിലാണ് Cl പ്രസന്റ് ആയിരിക്കുന്നത് ഫസ്റ്റ് ആസിഡ് അപ്പൊ ഇവിടെ HCl and the third salt the first component is CuOH twice ഇതിന്റെ ബാലൻസ് 2 ആണ് ട്ടോ നെക്സ്റ്റ് വൺ ആസിഡ് ഏതായിരിക്കും SO4 വന്ന കാരണം ഈ ആസിഡ് ആവും സെലക്ട് ചെയ്യുന്നത് H2SO4 okay so from this way we can obtain any salt so what are the two acid are presenting here one is HCl and the another one is H2SO4 sulfuric acid the common component of all alkali is OH ions എല്ലാവരും OH ions ആഡ് ചെയ്താൽ മതി ട്ടാ മിക്കവാറും എല്ലാത്തിനും ബാലൻസ് 2 തന്നെ ആയിരിക്കും നമ്മൾ എഴുതുന്നത് അപ്പൊ അടിയിൽ ഇങ്ങനെ 2 എന്ന് കൊടുത്താൽ മതി ഓക്കേ നെക്സ്റ്റ് വൺ here we can find out how to write the chemical formula for salt so our next topic is writing chemical formula okay ഇങ്ങനെയാണ് കെമിക്കൽ ഫോർമുല എഴുതാ ഒരു സാൾട്ടിന് നമ്മൾ നേരത്തെ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട് സെക്കൻഡ് ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട് ബാലൻസി ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ ബാലൻസി ഓഫ് കെമിക്കൽ ഫോർമുല ആദ്യം ആ എലമെന്റ് എഴുതാം നിങ്ങൾ അതിന്റെ ബാലൻസി അടിയിൽ കൊടുക്കാം ക്രോസ് എക്സ്ചേഞ്ച് ചെയ്യാം ഈ മെത്തേഡ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ ആ സെയിം മെത്തേഡ് വി ക്യാൻ അപ്ലൈ ഹിയർ ഓക്കെ സോ ഹൗ ടു റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഫോർ സാൾട്ട് ഓക്കെ സോ ഹിയർ we needed two materials one is magnesium and the another one is sulfate okay appo idana nammal അല്ലെങ്കിൽ phosphate എഴുതാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ട okay appo നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത് ഇതിനൊരു ക്വസ്റ്റ്യൻ വരും ഈ മെഗ്നീഷ്യത്തിനും ഫോസ്ഫേറ്റിനും കൂടിയിട്ട് കെമിക്കൽ ഫോർമുല കണ്ടുപിടിക്കാൻ പറയും ട്ടാ ക്വസ്റ്റ്യൻ തരും ഇതിന്റെ കെമിക്കൽ ഫോർമുല നമ്മൾ കണ്ടുപിടിക്കണം അപ്പൊ അത് എങ്ങനെ കണ്ടുപിടിക്കാം കെമിക്കൽ ഫോർമുല എന്ന് വെച്ചാൽ നമ്മള് ഈ ചില എലമെന്റ്സിന്റെ ഇവിടെ ഫസ്റ്റ് ഭാഗം വരുന്ന എല്ലാ എലമെന്റ്സിന്റെയും ബാലൻസി നമുക്ക് അറിഞ്ഞിരിക്കണം ബാലൻസി ഒരുവിധ എല്ലാ എലമെന്റ്സും നമ്മൾ കാണാണ്ട് പഠിക്കണം കേട്ടോ മെഗ്നീഷ്യത്തിന്റെ ബാലൻസി എന്താണ് കോപ്പറിന്റെ ബാലൻസി എന്താണ് സിങ്കിന്റെ ബാലൻസി എന്താണ് ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റിലുണ്ട് അത് കാണാണ്ട് പഠിക്കണം അതേപോലെ തന്നെയാണ് സെക്കൻഡ് പാർട്ടിൽ വരുന്ന എലമെന്റിന്റെ ബാലൻസി നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ടേബിളിൽ തന്നിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ കാണാണ്ട് പഠിക്കണം ഓക്കെ അതറിഞ്ഞാലാണ് നമുക്ക് ഫോർമുലാസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇപ്പൊ എക്സാമ്പിൾ മെഗ്നീഷ്യത്തിന്റെ ബാലൻസി 2 ആണെന്ന് വെച്ചോ എക്സാമ്പിൾ ഞാൻ പറയാണ് അപ്പൊ അതിന്റെ ബാലൻസി അടിയിൽ കൊടുക്കാം then what is the valency of phosphate valency 3 ആണെന്ന് വെച്ചോ ഓക്കെ അപ്പൊ നമ്മൾ 3 ആണ് ഇവിടെ എഴുതുന്നത് ട്ടാ ഈ ബാലൻസ് ഒക്കെ എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട് അതിൽ ബാലൻസി ഉണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് we have to cross multiple okay so cross multiple കൊടുക്കാം cross multiple കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസി എക്സ്ചേഞ്ച് ചെയ്തു then the valency of magnesium is Mg എന്ന് പറഞ്ഞ എലമെന്റ് ബാലൻസി ഇപ്പൊ എത്രയായി 3 കിട്ടിയെന്ന് ഇതിനോ PO4 എന്ന് പറഞ്ഞ എലമെന്റിന്റെ ബാലൻസി എത്രയായി 2 ആയി
രണ്ട് നമ്പറും കൂടി ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. ഒരുമിച്ച് എഴുതാൻ പാടില്ല. ഇപ്പൊ ഇവിടെ 4 ഉണ്ട്, ഇതിന് ബാലൻസ് 2 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി 4ഉം 2ഉം ഒരുമിച്ച് എഴുതാൻ പാടില്ല. അപ്പൊ അതിനൊരു ബ്രാക്കറ്റ് മാർക്ക് ചെയ്യണം അങ്ങനെയാണെങ്കിൽ. ഓക്കെ, അപ്പൊ Mg3PO4 twice. This is the chemical formula for this salt. Okay, so one more example. For example, we are writing magnesium, copper nitrate and copper sulfate. Okay. Okay, ഈ കോപ്പർ സൾഫേറ്റിനാണ് നമ്മൾ എഴുതാൻ പോണത് കേട്ടോ. നമുക്ക് അറിഞ്ഞിരിക്കണം copper, the symbol of copper is Cu and the symbol for sulfate is SO4. ഇതൊക്കെ ടെക്സ്റ്റിൽ ഉണ്ടായി, ഇതിന്റെ സിമ്പിൾ ഒക്കെ ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. Okay, now we have to write the valency for those elements. Copper having the valency 2 and for sulfate also 2. Okay, sulfate നും 2 തന്നെയാണ് valency. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഇതിന്റെ വാലൻസി ഇതിനും എക്സ്ചേഞ്ച് ആവും. അപ്പൊ എന്ത് ചെയ്യും? Cu എഴുതിയിട്ട് ഇതിന്റെ വാലൻസി 2, പിന്നെ എന്ത് ചെയ്യും? SO4 എഴുതിയിട്ട് അതിന്റെ വാലൻസി 2. രണ്ട് നമ്പറും കൂടി ഒരുമിച്ച് വരാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബ്രാക്കറ്റിൽ കൊടുക്കും. എന്നിട്ട് ഇപ്പൊ ഇതിൽ നോക്കിയപ്പോൾ ലാസ്റ്റ് നമ്പർ രണ്ടും സെയിം ആണ്. ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. അങ്ങനെ ഉള്ളപ്പോ നമുക്കത് ക്യാൻസൽ ചെയ്യാം കേട്ടോ. ഒരുപോലെ നമ്പർ ആണെങ്കിൽ ക്യാൻസൽ ചെയ്യാം, അല്ലാത്ത സ്ഥിതിക്ക് ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോ 2 ക്യാൻസൽ ചെയ്താ ബാക്കി നമുക്ക് എന്താണ്? CuSO4. അപ്പൊ നമുക്ക് ബ്രാക്കറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. CuSO4. So it is the chemical formula for copper sulfate. Okay, so here most of the negative ion consist of their ion state, different ion state. Okay, now look at this figure. Your textbook contains one figure table. Okay, this table represents positive and negative ions. അതായത് ഇത് പഠിച്ചാൽ മതി. ഈ ടേബിളിൽ തന്നെ നമുക്ക് എല്ലാത്തിനും ബാലൻസ് തന്നിട്ടുണ്ട്. ആ ബാലൻസ് ഒക്കെ അതിന് മുകളിൽ ഒരു നമ്പർ ഇല്ലേ? +2, +3, +4, എന്നൊക്കെ ഇല്ലേ? അതാണ് അതിന്റെ ബാലൻസി ട്ടാ. സോ പൊട്ടാസ്യം അയോൺ ഹാവ് ദ ബാലൻസി 1. വെറും പ്ലസും മാത്രം തന്നു കഴിഞ്ഞാൽ അത് 1 എന്നാണ് എടുക്കേണ്ടത്. സിങ്ക് ആണെങ്കിൽ അതിന്റെ ബാലൻസി എത്രയാണ്? 2 ആണ്. ഫെറസ് അയോൺ 2, ഫെറിക് 3, കുപ്രസ് 1, കുപ്രിക് 2, അമോണിയം 1, മാംഗനീസ് 2. then നെഗറ്റീവ് അയോൺസ്, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പാർട്ടായി എഴുതുന്നത്, അതാണ് രണ്ടാമത്തെ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ സെക്കൻഡ് വരുന്ന പാർട്ടുകളൊക്കെ നോക്കി നോക്ക്. ഹൈഡ്രോക്സൈഡ് 1, കാർബണേറ്റ് ആണെങ്കിൽ അതിന്റെ ഫോർമുല CO3 ആണ്, ബാലൻസി 2 ആണ്. ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാൽ HCO3 എന്നാണ്, ബാലൻസി 1. ഫോർ നൈട്രേറ്റ് NO3, ബാലൻസി 1. സൾഫേറ്റ് SO4, ബാലൻസി 2. ബൈസൾഫേറ്റ് HSO4, ബാലൻസി 1. മേലെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ 1 എന്നാണ് കൊടുക്കേണ്ടത്. ഫോസ്ഫേറ്റ് PO4, ബാലൻസി 3 ആണ്. ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് അയോൺ H2PO4 and its valency which one? -1. Okay, അപ്പോ ഇവിടെ തന്നിരിക്കുന്ന ഈ ടേബിൾ ബേസ് ചെയ്തിട്ട് പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും അവർ തന്നിട്ടുണ്ട്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഭാഗമായിട്ട് എഴുതുന്നത്, നെഗറ്റീവ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഭാഗം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഫോർമുലാസ് കണ്ടുപിടിക്കണം കേട്ടോ. സോ ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ മെത്തേഡ്. നെക്സ്റ്റ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സാൾട്ട്സ് ആർ യൂസ്ഡ് ഇൻ ഡിഫറെന്റ് ഫീൽഡ്. അതായത് നമ്മളിപ്പോ സാൾട്ട് അല്ല പഠിച്ചത്, ഈ ഓരോ സാൾട്ടും ഒരു ഡിഫറെന്റ് ഫീൽഡിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. Let me see some examples. Okay, here copper sulfate is a salt. Okay, so this copper sulfate is known as CuSO4, blue vitriol. ഇതിന്റെ സ്പെഷ്യൽ നെയിം ആണ് കേട്ടോ. ചില സാൾട്ടിനൊക്കെ ഓരോ സ്പെഷ്യൽ നെയിം അവർ കൊടുത്തിട്ടുണ്ട്, ചില സാൾട്ടിന് മാത്രമേ ഉണ്ടാവുള്ളൂ, എല്ലാ സാൾട്ടിനും ഇല്ല. ഇപ്പൊ കോപ്പർ സൾഫേറ്റ്, the color of copper sulfate is sky blue color ആണ്. അപ്പൊ അതിന്റെ കെമിക്കൽ ഫോർമുല CuSO4 എന്നാണ്. അതിന്റെ സ്പെഷ്യൽ നെയിം ആണ് ബ്ലൂ വിട്രിയോൾ എന്ന് പറയാം. What is the use for this copper sulfate salt? It is used as fungicide. ഫംഗിസൈഡ് എന്ന് പറഞ്ഞാൽ ഈ കീടനാശിനി ആയിട്ട് നമ്മൾ ഉപയോഗിക്കാട്ടാ. ഏറ്റവും ഇമ്പോർട്ടന്റ് യൂസ്, വെരി ഇമ്പോർട്ടന്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ. The use of copper sulfate salt is, it is used as fungicide. Note down this one. Okay, and second one,
gypsum. Gypsum is used for making cement. ജിപ്സം എന്ന് പറഞ്ഞാലും അതൊരു സോൾട്ട് തന്നെയാണ്. ഈ ജിപ്സം സോൾട്ട് ആണ് നമ്മൾ സിമെന്റ് ഒക്കെ ഉണ്ടാക്കില്ലേ, ആ സിമെന്റ് കൂട്ടുമ്പോൾ അതിലൊരു മിക്സർ ആയിട്ട് ജിപ്സം എന്ന് പറഞ്ഞ ഒരു സോൾട്ടിനെ ആഡ് ചെയ്യും കേട്ടോ. അപ്പൊ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് സിമെന്റ്. സോ ലൈക്ക് ദിസ് വേ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞ സോൾട്ട് ആണ് ബേക്കിംഗ് പൗഡർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ അതുപോലെ ഡിഫറെന്റ് സോൾട്ട് ഡിഫറെന്റ് ഇതുണ്ട്. ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് വി ആർ യൂസിങ് ആസ് എ കോമൺ സോൾട്ട്. ഫുഡ് പ്രിസർവേറ്റീവ്, നമ്മൾ എന്തെങ്കിലും നാശാവാതിരിക്കാൻ കുറെ കാലം നമ്മൾ വെള്ളത്തിലിട്ടാൽ നാശാവില്ല. അപ്പൊ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കോമൺ സോൾട്ട്, അതെന്താണോ അതിന്റെ ഉപയോഗം? ഫുഡ് പ്രിസർവേറ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. Okay, so these are the points related to salt. Let me see once again. Okay, what is meant by salt? How salts are obtained? Salts are obtained by the reaction of acid and alkali. Okay, with the liberation of water molecule. And the second one, how to write the chemical formula for salt? Engine the chemical formula. Positive ion first, negative ion second, then we have to cross multiple this valency, and finally we got the formula for salt. Okay, and third one, what are the different salts used in different field? Here copper sulfate is used as a fungicide, baking soda is used for baking powder, then washing soda means washing powder, soap for the preparation of soap, and gypsum is used for making cement. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ യൂസസ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ സാൾട്ട് മാത്രമാണ് നോക്കിയിട്ടുള്ളൂ. അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക, എങ്ങനെയാണ് അതിന്റെ എഴുതുക, കോമ്പൗണ്ട്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതിന്റെ യൂസസ്. ഓക്കെ, ഇറ്റ്സ് എ ടൈം ഫോർ വൈൻഡ് അപ്പ് ക്ലാസ്. താങ്ക് യു.